2026 മാർച്ച് 2 റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത ചില വാർത്തകൾ ലോകരാജ്യങ്ങളെ വലിയ ഞെട്ടലിലാക്കിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടുകൾക്കൊപ്പം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഒരു സൈനിക നീക്കം നടത്താൻ സാധ്യതയുണ്ടെന്നും അതീവ ആശങ്കയുണ്ടാക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ടെഹ്റാനോ വാഷിംഗ്ടണോ ജെറുസലേമോ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും നൽകിയിട്ടില്ല. ഇത് അന്താരാഷ്ട്ര നിരീക്ഷകരെ വലിയൊരു വിവരശൂന്യതയുടെ നടുവിലാക്കിയിരിക്കുകയാണ്. ഇത്തരം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പശ്ചിമേഷ്യയിൽ പെട്ടെന്നൊരു വലിയ സംഘർഷം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോള വിപണികൾ അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഈ മേഖലയിൽ ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളുണ്ടാക്കുമല്ലോ. ഈ വാർത്തകളുടെ സത്യാവസ്ഥ അറിയാനും ഒരു വലിയ സംഘർഷത്തിലേക്ക് ഈ മേഖലയെ തള്ളിവിട്ടേക്കാവുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും നയതന്ത്ര ഇടപെടലുകൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഒരു ഔദ്യോഗിക പ്രതികരണമില്ലാത്തത് നിലവിലെ ആശങ്കകളെ കൂടുതൽ വലുതാക്കുകയാണ്. ഈ സംഘർഷഭരിതമായ ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മേഖലയിലെ സമാധാനം എത്രത്തോളം ദുർബലമാണെന്നും പശ്ചിമേഷ്യയിലെ സങ്കീർണമായ അധികാരക്കളികളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടസാധ്യതകളെക്കുറിച്ചും ഈ സാഹചര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഉറപ്പില്ലാത്ത റിപ്പോർട്ടുകൾക്ക് പിന്നിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വലിയൊരു ഭൗമരാഷ്ട്രീയ പ്രശ്നത്തിന്റെ നീണ്ട ചരിത്രമുണ്ട്. ഒരുപാട് കാലമായി ഇറാന്റെ ആണവ പദ്ധതിയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാന തർക്കവിഷയം. ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുമോ എന്ന പേടി പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുണ്ട്. പക്ഷേ ഇറാൻ ഇത് സ്ഥിരമായി നിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാരണം ഒരുപാട് കാലം നീണ്ടുനിന്ന ഉപരോധങ്ങളും നയതന്ത്ര ചർച്ചകളിലെ തടസ്സങ്ങളും രഹസ്യ നീക്കങ്ങളുമൊക്കെ ഉണ്ടായി. ഇപ്പോഴത്തെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ അത് ഇത്രയും കാലം ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒളിപ്പോരുകളിൽ നിന്നും നേരിട്ടല്ലാത്ത സംഘർഷങ്ങളിൽ നിന്നും വലിയൊരു വ്യത്യാസമായിരിക്കും. ഇതിനു മുൻപ് ഗൾഫിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളുമൊക്കെ പലപ്പോഴും ഈ മേഖലയെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്നത് വളരെ അപകടകരമായ ഒരു നീക്കമാണ്. ഇത് ചില അതിരുകൾ ലംഘിക്കുകയും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് വഴിയൊരുക്കുകയും ചെയ്തേക്കാം. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ കൂട്ടുകെട്ടുകളും പല രാജ്യങ്ങൾ തമ്മിലുള്ള വൈരാഗ്യങ്ങളും കാരണം ഏതൊരു വലിയ സൈനിക നീക്കവും ഈ മേഖലയിലെയും മറ്റു പല രാജ്യങ്ങളെയും പെട്ടെന്ന് ഇതിലേക്ക് വലിച്ചു വെച്ചേക്കാം. ഇത് യുദ്ധം ലക്ഷ്യമിടുന്നതിലും അപ്പുറത്തേക്ക് വ്യാപിക്കാൻ കാരണമാകും. സ്ഥിരീകരിക്കാത്ത ഈ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ സത്യമാവുകയാണെങ്കിൽ ലോക സമ്പദ്വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഇതിലെ പ്രധാന ആശങ്ക ഹോർമുസ് കടലിടുക്കിനെക്കുറിച്ചാണ്. ലോകത്തിലെ ഭൂരിഭാഗം എണ്ണയും ഇതുവഴി കടന്നുപോകുന്നതുകൊണ്ട് അതൊരു നിർണായകമായ കടൽപ്പാതയാണ്. ഈ പ്രധാനപ്പെട്ട കടൽപ്പാതയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഉപരോധമോ വന്നാൽ ഇറാൻ മുൻപും ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടിയാണിത് കേട്ടോ. ആഗോളതലത്തിൽ എണ്ണവില കുത്തനുയരും. ഇത് ലോകമെമ്പാടും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേക്കാം. ഇതിന്റെ അലയൊലികൾ വെറും എണ്ണ വിപണിയിൽ മാത്രം ഒതുങ്ങില്ല. വിതരണ ശൃംഖലകൾ, വ്യാപാര പാതകൾ, അതുപോലെ എല്ലാ മേഖലകളിലെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം എല്ലാം ഇത് തകിടം മറിക്കും. സൈനിക വിദഗ്ധരും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇറാൻ തിരിച്ചടിച്ചേക്കുമോ എന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ മേഖലയിലെ സഖ്യകക്ഷികളെ ലക്ഷ്യമിടുകയോ ചെയ്തേക്കാമെന്നാണ് അവർ കരുതുന്നത്. ഇവിടെ USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് പോലുള്ള വലിയ നാവികസേനയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് നിമിഷവും ഒരു നീക്കത്തിന് തയ്യാറാണെന്നതിന്റെ സൂചനയായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ സൈനിക നീക്കങ്ങൾ ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് കൈവിട്ടു പോവാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ആക്രമണങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധമായി മാറാനും അത് ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ആയത്തുള്ള അലി ഖമനേയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം വരും: അടുത്ത പിൻഗാമി ആരായിരിക്കും എന്നത്. ഭരണഘടനയനുസരിച്ച് യോഗ്യരായ സ്ഥാനാർത്ഥികളിൽ നിന്ന് അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ചുമതലയുള്ളത് 88 പുരോഹിതരടങ്ങിയ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന സമിതിക്കാണ്. ഇതുവരെ ഔദ്യോഗികമായി ഒരു പിൻഗാമിയെയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പല പ്രമുഖ വ്യക്തികളെക്കുറിച്ചും പല ഊഹാപോഹങ്ങളും സാധാരണയായി ഉണ്ടാകാറുണ്ട്. നിലവിൽ ഇറാൻ പാർലമെന്റ് അംഗമായ മസൂദ് പെസഷ്കിയാനെ ഒരു താൽക്കാലിക നേതാവായി ചില റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും ആഴം വ്യക്തമാക്കുന്നു. ഇറാനിലെ പതിവ് അനുസരിച്ച് 40 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു ദേശീയ ദുഃഖാചരണ കാലം ഇതിനു മുൻപുണ്ടാവും. ഇത് ആഭ്യന്തരമായി പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്കും ഒരുപാട് അവസരങ്ങൾ നൽകിയേക്കാം. ഈ ആഭ്യന്തര നേതൃമാറ്റവും ബാഹ്യ സൈനിക സമ്മർദ്ദവും നേരിടുമ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ സ്ഥിരത വലിയ പരീക്ഷണത്തിലാകും. IRGC പങ്കും സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടും. കാരണം രാഷ്ട്രീയ, സൈനിക മേഖലകളിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാജ്യത്തിന്റെ ഭാവി എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരുപക്ഷെ ഈ IRGCക്ക് വലിയ പങ്കുണ്ടായേക്കാം. ഈ സ്ഥിരീകരിക്കാത്ത സംഭവങ്ങൾക്ക് ഇത്രയും ഗൗരവമുള്ളതുകൊണ്ട് ഒരു മൂന്നാം ലോകമഹായുധം വരാൻ സാധ്യതയുണ്ടോ എന്നൊരു പേടി ലോകമെങ്ങും പടർന്നിട്ടുണ്ട്. ആഗോള സുരക്ഷ എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് ഇത് ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഈ സാഹചര്യം വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. വലിയ രാജ്യങ്ങളെല്ലാം എല്ലാ കക്ഷികളോടും ശാന്തരായിരിക്കാനും ചർച്ചകളിലൂടെ പ്രശ്നം തീർക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനുമായി നല്ല സാമ്പത്തിക ഇടപാടുകളുള്ള ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. വലിയ രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടിയാൽ എണ്ണ ഇറക്കുമതിയും വ്യാപാര പാതകളുമൊക്കെ തടസ്സപ്പെടാം. പ്രാദേശിക സുരക്ഷയും അവതാളത്തിലാകും. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ആഗോള വിപണികളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവാം. വലിയൊരു യുദ്ധം എന്നാൽ സാമ്പത്തികമായി വൻ തിരിച്ചടികളുണ്ടാകുമെന്ന നിക്ഷേപകരുടെ പേടിയാണ് ഇതിനു പിന്നിൽ. ഒരു വലിയ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം.
ചർച്ചകളിലൂടെയും സമാധാനപരമായ വഴികളിലൂടെയും മാത്രമേ മുന്നോട്ടു പോകാൻ പറ്റൂ എന്ന് അവർ ഊന്നിപ്പറയുന്നു. ഈ വിവരങ്ങളൊന്നും ഇപ്പോഴും ഉറപ്പായിട്ടില്ലാത്തതുകൊണ്ട് ശരിയായ വിവരങ്ങൾ ലഭ്യമാവുകയും നയതന്ത്രപരമായ ഇടപെടലുകൾ നടക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു വലിയ ആഗോള പ്രതിസന്ധി ഒഴിവാക്കാൻ ഇത് കൂടിയേ തീരൂ.